അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ക്ഷേത്രത്തിൽ ഒരു തൂണിന്റെ അപ്പുറം അപ്പുറമായിട്ട് കാവേരി നിവിനും ഇരിക്കുക. പക്ഷെ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടുണ്ടായിരുന്നില്ല. നിവിന്റെ മനസ്സിൽ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാവേരി എങ്ങനെയും കണ്ടെത്തണം. പക്ഷെ കാവേരിയുടെ മനസ്സിൽ നീളമോളുടെ സർജറിക്ക് വേണ്ടിയുള്ള പണം അതെങ്ങനെയും കണ്ടെത്തണം എന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. കൃത്യസമയത്ത് തന്നെയാണ് രാഗിണി ക്ഷേത്രത്തിലേക്ക് വരുന്നത്. രാഗിണി വരുമ്പോ ഒരു നിമിഷം ഞെട്ടിപ്പോയി ആ കാഴ്ച കണ്ടിട്ട്. ഒരു തൂണ്ട് അപ്പുറം ഇപ്പുറമായിട്ട് രണ്ടുപേരും കൂടി ഇരിക്കുന്നു. പെട്ടെന്ന് രാഗിണി അത് ഫോട്ടോ എടുക്കുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും കാവേരി എഴുന്നേറ്റ് അങ്ങോട്ട് പുറത്തേക്ക് പോവാണ്. രാഗിണി വിട്ടില്ല. രാഗിണി പെട്ടെന്ന് കാവേരിയുടെ പിന്നാലെ നിന്നു. കാവേരിയുടെ പിന്നാലെ എന്നിട്ട് കാവേരിയെ വിളിക്കുമ്പോഴത്തേനും കാവേരി നിന്നു. രാഗിണിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാവേരിക്ക് നല്ല ദേഷ്യം വന്നു. എന്താന്ന് ചോദിച്ചു. അതെ, ക്ഷേത്രത്തിൽ വന്നായിരിക്കുമല്ലേ? അതെ, ക്ഷേത്രത്തിൽ വന്ന് കണ്ടിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേന്ന് ചോദിച്ചു. എന്നെ ദ്രോഹിച്ച പോരാഞ്ഞിട്ട് വീണ്ടും നീ എന്റെ പിന്നാലെ കൂടിയൊക്കെയാണോ എന്ന് രാഗിണിയോട് ചോദിച്ചു. രാഗിണി പറഞ്ഞു, നീ കാരണം. അപ്പോഴേക്കും കാവേരിക്കറിയില്ല വിവാഹം മുടങ്ങിയ കാര്യമൊക്കെ. കാവേരി പറഞ്ഞു, ഇനി നിനക്ക് എന്താ വേണ്ടത്? നിന്റെ നല്ല ജീവിതമല്ലേ? നീയും നിവിൻ തമ്മിലുള്ള കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? ഞാനാണല്ലോ കാരണം എന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇനി എന്റെ പിന്നാലെ നടന്ന ദൈവത്തെ ഓർത്ത് ശല്യപ്പെടുത്തരുത്. നിങ്ങൾ രണ്ടുപേരും നല്ലൊരു ജീവിതം നയിക്കുക, അത് എന്റെ പിന്നാലെ നടക്കണം എന്തിനാ? ഇത് കേട്ടത് രാഗിണി ഞെട്ടിപ്പോയി. ദൈവമേ, അപ്പൊ ഇവള് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി. രാഗിണിക്ക് സന്തോഷമായി. പെട്ടെന്ന് തന്നെ കാവേരി അങ്ങോട്ട് പോകാൻ ഇറങ്ങി. രാഗിണി ഈ സമയത്ത് നിവിന്റെ അടുത്തേക്ക് വന്നു. ഇപ്പൊ നിവിന് രാഗിനെ കണ്ടപ്പോ ദേഷ്യം. നീ എന്തിനാ ഇവിടേക്ക് വന്നേ? സ്വസ്ഥത സമാധാനത്തോടും കൂടി ഇവിടെ ഇരിക്കാന്ന് വെച്ചാൽ അതിന് സമ്മതിക്കത്തില്ല. അല്ല, നീ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കാൻ മതിയെന്നുള്ള കാര്യം എനിക്കറിയാം. അതേടി, അത് തന്നെയാ. എനിക്ക് എന്റെ കാവേരിയെ കാണണം. കാവേരിയെ കാണാൻ വേണ്ടി മാത്രമാന്ന് പറഞ്ഞു. കണ്ണുണ്ടായ പോരാ, നിവിനെ കാണാൻ പഠിക്കണമെന്ന് പറഞ്ഞു. നീ എന്താടി പറഞ്ഞേ? നിന്നെ ഞാനൊരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോണിനകത്ത് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ദേ, കുറച്ചു മുമ്പ് നിന്റെ അടുത്ത് തന്നെ അവൾ വന്നിരിപ്പുണ്ടായിരുന്നു കാവേരി. പക്ഷേ നിനക്ക് അവളെ കാണാനുള്ള യോഗമില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഒരു നിമിഷം നിവിൻ ഞെട്ടിപ്പോയി. നീ അവളെ കണ്ടില്ല, അവള് നിന്നെയും കണ്ടിട്ടില്ല, അതാ സത്യം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് നിവിൻ പെട്ടെന്ന് കാവേരിന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് ഓടുവാടാ. എടാ, അവള് പോയെന്ന് പറഞ്ഞു. പോയോ? നിവിന് ഭ്രാന്തെടുക്കുന്ന പോലെ തോന്നി. കാവേരി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. ഒരു കാര്യം മനസ്സിലായി രാഗിണിക്ക്, ഇവന്റെ മനസ്സെന്നറിയ അവളാണ്. ഇങ്ങനെ പോയിട്ട് ശരിയാകത്തില്ല എന്ന് മനസ്സിലായി. പിന്നീട് കാവേരി ഹോസ്പിറ്റലിലേക്ക് പോരുകയാണ്. കാവേരിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വിനീത് വീട്ടിലേക്ക് വന്നു. അവിടെ ഇരിക്കുക. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഹോസ്പിറ്റലിലേക്ക് പോകാനും പറ്റില്ല. വല്ലാത്തൊരു ഭയമാണ്. എങ്ങാനും ഗംഗയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലോ? കൃത്യസമയത്ത് തന്നെ ഗംഗയും യമുനയും കൂടെ വീട്ടിലേക്ക് വന്നു. വിനീത് വീട്ടിലിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗംഗ ചോദിച്ചു, എന്താ വിനീതേട്ടാ? വിനീതേട്ടൻ എന്താ ഇവിടെ വന്നിരിക്കണെന്ന് ചോദിച്ചു. അല്ല ഹോസ്പിറ്റലിലേക്കൊന്നും വന്നത് പോലും ഇല്ല. എന്താ ഇവിടെ ഇരിക്കണേ? എന്തേലും പ്രശ്നമുണ്ടോന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. അല്ല, നിങ്ങളെന്താ ഇങ്ങോട്ടേക്ക് പോന്നേ? അതെ, കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ട്. എല്ലാരും കൂടെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അമ്മയുണ്ട് അവിടെ എന്ന് പറഞ്ഞു. പിന്നെ കാവേരി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വിനീത് ഒരു നിമിഷം ആലോചിച്ചു. വിനീതിന്റെ മുഖമൊക്കെ ആകെപ്പാടാ വല്ലാതിരിക്കുക. വിനീതേട്ടാ, എന്തേലും പ്രശ്നമുണ്ടോ? വിനീതേട്ടന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. ഒരു നിമിഷം വിനീത് ഒന്ന് ആലോചിച്ചു. പെട്ടെന്ന് വിനീത് ഇങ്ങനെ ആലോചിച്ചിട്ട് വിനീത് പറഞ്ഞു, അതെ, ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാ പറ. അപ്പോഴേക്കും വിനീത് ഓർത്ത്, പറഞ്ഞാലോ ഇവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ? പിന്നീടാണ് വിനീത് ആലോചിക്കുന്നത്, സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വിനീത് ഓർക്കുകയാണ്. ഇതെങ്ങാനും ഇവൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മിക്കവാറും ഇവർ നാട്ടിൽ പുറത്താക്കത്തുള്ളൂ. ഗംഗയ്ക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇതുപോലത്തെ ഒരു പരിപാടി കാണിച്ചു വെച്ചല്ലോ. നിങ്ങൾ പൊട്ടനാണോ? അല്ലെങ്കിലും നിങ്ങൾ പണ്ടേ കാര്യം ഇതുപോലത്തെ ഒരു മധുവത്തരല്ല കാണിക്കുന്നത്. ഇറങ്ങിപ്പോയിക്കോ അവിടുന്ന്, എന്റെ കൺമുനി പോലും കണ്ടുപോയേക്കല്ലോ. അതും പറഞ്ഞുകൊണ്ട് അടിച്ചിറക്കും. ഒരു നിമിഷം വിനീത് ഞെട്ടിപ്പോയി. സംഭവിക്കാൻ പോകുന്ന അതാണ്. കാവേരി പറയുകയും ചെയ്തിട്ടുണ്ട്, ആരും അറിയരുതെന്ന്. കാരണം കാവേരിക്ക് അറിയാം ഗംഗയുടെ സ്വഭാവം. ഗംഗയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. അല്ലെങ്കിൽ തന്നെ വിനീത് പുഷ്പവാടി ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതമല്ലെന്ന് പറഞ്ഞപ്പോ ഗംഗ പറഞ്ഞു, വിനീതാണ് ഇവിടെ വന്ന് ഞങ്ങൾ പോയിക്കോളാന്ന് പറഞ്ഞ. വിനീതിന് എപ്പോഴും ആ നാടും നാട്ടുംപുറം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല അത്രയ്ക്ക് അങ്ങോട്ട് കാര്യങ്ങളൊന്നും പരിചയമില്ല താനും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ മണ്ടത്തരങ്ങളിലൊക്കെ ചെന്ന് ചാടുന്ന ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ ഗംഗയ്ക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ലെന്ന് വിനീതിനറിയാം. പെട്ടെന്ന് വിനീത് പറഞ്ഞു, ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് വിനീത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവിടെ നിന്നിട്ടുണ്ടെങ്കിലും ഗംഗയെ ഫേസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത്
ആ, ശാരദ പുറത്തുമായിരുന്നു. ആം, മോളുടെ അടുത്തേക്ക് നിളമോളുടെ അടുത്തേക്ക് കാവേരി എന്നു. അങ്ങനെ നിളമോളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനുമാണ് വിനീത് വരുന്നത്. വിനീതിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാവേരിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഈ സമയത്ത് വിനീത് ചോദിച്ചല്ല, ആൻറ്റി എന്തേന്ന് ചോദിച്ചു. പുറത്തുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് കാവേരിയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാവേരി. ഒരു പക്ഷേങ്കിൽ നിളമോളുടെ സർജറിക്കുള്ള പണം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇതുവരെയും ഗംഗയൊന്നും കാര്യം അറിഞ്ഞിട്ടില്ല. ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിനീതേട്ടാ തൽക്കാലത്തേക്ക് ആരോടും പറയണ്ട. എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. എങ്ങനെ ഉണ്ടാക്കുന്ന കാവേരി പറയുന്നേ? ഒന്നും രണ്ടും അല്ല, 2-3 ലക്ഷം രൂപ വേണം. അത്രയും പൈസക്ക് എവിടെ പോവും? നോക്കാം. വിനീതേണ്ട ഇപ്പൊ ഇത് പറഞ്ഞ് അല്ലെ ഗംഗേച്ചി വിനീതേണ്ണ അടിച്ചിറക്കിക്കൊണ്ടൊന്നും പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകത്തില്ല. നിളമോളുടെ സർജറിയും കാര്യങ്ങളും നടക്കണ്ടേ? പണത്തിന് പണം തന്നെ വേണമെന്ന് പറഞ്ഞു. ഞാൻ കാരണമല്ലേ കാവേരി ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നത്? എല്ലാത്തിനും ഉത്തരവാദി ഞാനല്ലേ? വിനീത് ഒന്ന് കരയുമ്പത്തേനും കാവേരി പറഞ്ഞു, വിനീതേട്ട ഹോസ്പിറ്റലാണ്. വിനീത് പറഞ്ഞു, ഞാൻ ചോദിക്കാവുന്നിടത്തൊക്കെ പോയി ചോദിച്ചു നോക്കി, പക്ഷെ ഒരിടത്തൊന്നും പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞു. സാരമില്ല, പോട്ടെ. വിനീതാണ് ഇപ്പൊ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് രാഗിണി ആകെ പാടെ സമനില തെറ്റിയ പോലെയായിരുന്നു. രാഗിണിയുടെ അടുത്തേക്ക് ജയപാലം വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, നീ എന്താ ആഹാരം കഴിക്കാൻ വരാത്തെ? ഏ എനിക്ക് വേണ്ട അച്ഛാ, വിശക്കുന്നില്ല. വിശക്കുന്നില്ലേ? അതെന്തു പറ്റി? അച്ഛാ, ഞാൻ ഇന്ന് നിവിനെ കണ്ടായിരുന്നു പറഞ്ഞു. നിവിനെയോ? എന്നിട്ടോ? അവന്റെ മനസ്സിൽ ഇപ്പോഴാ കാവേരിയാ. കാവേരിയുടെ പിന്നാലെ തന്നെ അവൻ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. ഇതുവരെയായിട്ട് അവനെ നിർത്താറായില്ലല്ലേ? ഇല്ല അച്ഛാ, പക്ഷെ ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് കാവേരിയെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ ഇതുവരെയായിട്ടും സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനും നിവിനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞെന്ന് കരുതി ഇരിക്കുന്നേ. അവൾക്കറിയത്തില്ല ഞങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞില്ല എന്നുള്ള കാര്യങ്ങൾ. അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എങ്കില് നിവിൻ ഇപ്പോഴും അവളെ മാത്രം മതിയെന്ന് പറഞ്ഞോണ്ടേ ഇരിക്കുന്നേ. അവളുടെ പിന്നാലെ തന്നെ നടക്കണമെന്ന് പറഞ്ഞു. ജയബാലൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ വിഷമിക്കാതിരിക്കും മോളെ. അവനെ ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. വേണ്ടച്ചാ, ഇനി നിവിനെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. എനിക്കറിയാം എങ്ങനെ മനസ്സിലാക്കണമെന്ന്. ആ കാവേരിയുടെ പിന്നാലെയുള്ള അവളുടെ ആ നടത്തം ഞാനങ്ങ് നിർത്തി കൊടുക്കാം. ഇത്രമായിട്ട് അവൻ പഠിച്ചിട്ടൊന്നുമില്ല. എന്റെ മോളെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരുമ്പെട്ടവളുടെ പിന്നാലെ പോയതാ. അപ്പൊ അവനിട്ടൊരു പണി കൊടുക്കണ്ടേ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. അങ്ങനെ ജയപാലൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോഴത്തേനും ഭയങ്കര ടെൻഷനായിപ്പോയി രാഗിണിക്ക്. ദൈവമേ, ഇനിയിപ്പൊ അച്ഛന്റെ സ്വഭാവം നന്നായിട്ടറിയാം. ഒരുപക്ഷെ പോയിട്ട് നിവിനെ ഉപദ്രവിക്കുമോ എന്നൊരു ഭയമുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാർ എടുക്കണമെന്ന് പറഞ്ഞ് ഡ്രൈവറോട് ആജ്ഞാപിക്കുകയാണ് ജയപാലൻ. പെട്ടെന്ന് അയാൾ കാർ എടുത്തു. ജയപാലനും അയാളും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നാലെ തന്നെ രാഗിണി വണ്ടി എടുത്തു. രാഗിണിക്ക് ഭയമായി. ഒരുപക്ഷെ നിവിനെ ഉപദ്രവിക്കുമോ എന്നൊരു ഭയം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നൊരു ചിന്ത. കാരണം രാഗിണിക്ക് നിവിനെ അത്ര ഇഷ്ടമാണല്ലോ. നിവിന് പക്ഷേ കാവേരിയോട് ഇഷ്ടമെങ്കിലും രാഗിണിക്ക് നിവിനോടാണ് ഇഷ്ടം. നിവിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ ജയപാലിനെ ഫോളോ ചെയ്ത് പോവുകയാണ്. ജയപാലിന്റെ മനസ്സിൽ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നിവിനെ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അനുസരിപ്പിക്കണം. അനുസരിച്ചില്ലെങ്കിൽ അവനെ അങ്ങോട്ട് തട്ടിക്കളയണം എന്നൊരു ചിന്തയോട് കൂടി പോവുകയാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.